ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഏതോ ഒരു ചാനലിൽ ഒരു ആങ്കർ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. പുള്ളിക്കാരന് ഭയങ്കര ക്രഷ് ആയിരുന്നു. ഏഷ്യാനെറ്റിലായിരുന്നു. ആണോ? ഭയങ്കര ക്രഷ് ആയിരുന്നു. അങ്ങനെ ആ പേര് എനിക്ക് കിട്ടാം. ഈ നമിത പഠിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? നല്ല പഠിപ്പിച്ച് മിടിക്കുകയായിരുന്നോ അതോ ഉഴപ്പി നമ്പർ 1 ആയിരുന്നു? ഇല്ല, ഉഴപ്പിയൊന്നുമല്ല. അത്യാവശ്യം നല്ലോണം പഠിക്കുമായിരുന്നു. അന്നൊക്കെ നമിത എന്തോ ആലോചിച്ചു? സിനിമയായിരുന്നു ഈ കാര്യം? ഈ അപ്പോഴേക്ക് സ്ക്രീനിലൊക്കെ വന്നല്ലോ. അല്ല സാർ, എനിക്ക് ആക്ച്വലി സിനിമ കുറെ നാൾക്ക് മുന്നേ വരെ അത് തന്നെയാണോ എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല. തീരുമാനം എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, പക്ഷെ ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട് എനിക്കത് വേറെ ജോബ്സിലേക്ക് തിരിയാനും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്, എനിക്ക് ഇഷ്ടമുള്ള മേഖല. ഇല്ല, തന്നെ നിന്നാലേ നമുക്ക് ജീവിതം. എനിക്ക് സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോമായിട്ട് ഇഷ്ടമാണ്. സിനിമ വിട്ടൊരു കളിയില്ല അല്ലേ അനിക? ഇല്ല, അങ്ങനെയല്ല. നമ്മ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഫിലിംസ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഒരു പാഷനാണ്. പക്ഷെ എന്നാലും യോഡോയിങ് ബിസിനസ് ഞാൻ അതെനിക്ക് ഇഷ്ടമാണ്, അതും എനിക്കിഷ്ടമാണ്. അപ്പം കോളേജിൽ നോക്കുമ്പോ എല്ലാത്തിലും സബ്ജക്ട്സ് എനിക്ക് താല്പര്യമുള്ളതൊക്കെ വരുമ്പോ സാറിനോട് പിടിച്ച് നിൽക്കട്ടെ. എക്സാക്ട്ലി, തിരിച്ചുത്തരം പറയണ്ടേ. കുട്ടികളൊക്കെ വരുമ്പോ നമ്മളൊക്കെ സറണ്ടർ ചെയ്യും. എനിക്കൊക്കെ മൈക്ക് കൊടുത്തിട്ട് വന്ന് നമ്മള് തീർന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നത് സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമയിലേ, ഒരു പുതിയ തീരങ്ങൾ, ആ സിനിമയിലാണെന്ന് തോന്നുന്നു, അല്ല മീൻ പിടിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് ചെയ്തില്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ആൻഡ്രോങ്കില് വഴി തന്നെയാ സത്യനങ്ങളുടെ ഈ സിനിമ വന്നത്. ഇങ്ങനെ സത്യനങ്ങളുടെ തൃശ്ശൂർ ഒരു ഫ്ലാറ്റ് മീൻകാരി പെൺകുട്ടി അവതരിപ്പിച്ചോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അത് ആദ്യം തൊട്ടേ ഉള്ള പ്രോസസ്സ് ഭയങ്കര. കടലിൽ ചാടില്ല, വള്ളം തുഴയാൻ പഠിച്ചു. ഫസ്റ്റ് തിങ് പറഞ്ഞ വള്ളം തുഴയാൻ പഠിക്കണം, നല്ല ടാൻ ആവണം, സ്കിന്ന് നല്ല ടാൻ ആവണം, ഒരു ബ്യൂട്ടിഫിക്കേഷൻ അങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല. ഡീഗ്ലാമറൈസ് മേക്കപ്പ് ഒന്നും അല്ല, ഒറിജിനലി അങ്ങനെ പെയിന്റ് ഒന്നും അടിക്കേണ്ടി വന്നില്ല. കുറച്ച് ദിവസം കടപ്പുറത്ത് നിന്നപ്പോ തന്നെ പെയിന്റിന്റെ ആവശ്യമൊന്നും വന്നില്ല. പിന്നെ നീന്താൻ പഠിച്ചു, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. ശരിക്കും അതിന്റെ ഒരു ആക്ടിങ് സ്കൂളായിരുന്നു സത്യനങ്കിളുടെ അവിടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറെ നാൾക്ക് മുന്നേ MG ശ്രീകുമാർ സാറിന്റെ ഒരു പ്രോഗ്രാമില് ഇപ്പൊ ഞാൻ ട്രാഫിക് ഇറങ്ങിയ സമയത്ത് പ്രൊമോഷന് പോയി. അപ്പൊ ലെന ചേച്ചിയും ഞാനുമാണ് ആ പ്രൊമോഷന് പോയത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ആൻസർ പറയുന്നു. അപ്പൊ എൻ്റെ അടുത്ത് റാൻഡം ആയിട്ട് ചോദിച്ചു, എന്താണ് സിനിമയിൽ ഇനിയുള്ള ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അന്ന് എന്തെങ്കിലും പറയണം, എനിക്ക് സത്യനങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, റാൻഡം ആയിട്ട് പറഞ്ഞു, എനിക്ക് സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ വന്ന സിനിമയായിരുന്നു ഇത് സത്യനങ്കിളുടെ. അല്ല, ഞാനപ്പോ ഒരു പ്ലാനും ഇല്ല, സിനിമ അടുത്ത ചെയ്യുന്ന പോലും, അടുത്ത സിനിമ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. റാൻഡം ആയിട്ട് പറഞ്ഞതാ, പക്ഷെ അതെങ്ങനെയോ ആ ഒരു എനർജി നടന്നു അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഈ നിങ്ങളുടെ വീട്ടിലെ ഒരു കത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പുരാണം ഉണ്ടല്ലോ. അച്ഛൻ ഖത്തറിലായിരുന്നു, അച്ഛൻ കുറച്ചു നാള്. അപ്പൊ അന്ന് നമിത എഴുതിയൊരു കത്ത്, അത് നമ്മുടെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി നിങ്ങൾ എത്ര പേരാ? ഞാനും അനിയത്തിയുണ്ട്, ഞങ്ങൾ 4 വയസ്സ് വ്യത്യാസം. പുള്ളിക്കാരി ഇപ്പൊ UK-ലാണ്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഞാനും ഏട്ടനും അമ്മയും അച്ഛനും ഉള്ളത്. ഏട്ടന്റെ അമ്മയും അച്ഛനുണ്ട്. പറഞ്ഞെന്തോ കുറെ ആൾക്കാരുള്ളല്ലോ തോന്നി. ഞങ്ങൾ 4 പേരുമാണ്. അപ്പോ അച്ഛൻ ഞങ്ങളൊക്കെ കല്യാണം കഴിയുന്നതിന് മുന്നേ കുറെ വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഞാനൊക്കെ ജനിച്ചു കഴിഞ്ഞ സിസ്റ്ററും ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചു നാൾ ഖത്തറിലുണ്ടായി. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്നും അസുഖങ്ങൾ, ആ വളർന്നു വരുന്നൊരു പ്രായം ഉണ്ടല്ലോ, എന്നും അലർജി, അത് എന്നും എന്നും പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും ലെറ്റേഴ്സ് അയക്കുമായിരുന്നു പണ്ടേ. അവരുടെ ലെറ്റർ ഇതുവരെ ഞങ്ങൾ കാണിച്ചിട്ടില്ല, സീക്രട്ട് ഡയറിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട്. പരമരഹസ്യം ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിള്ളേരെ വിട്ടു എഴുതിപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്തോ എഴുതിയതാണ്. ഒരു കത്താണല്ലേ? കത്താണ്.